നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമുക്ക് ഈ വർഷം SSC GDയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ വേക്കൻസീസ് തന്നെയാണ്. മൊത്തം 25,457 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ വർഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ വർഷം നടന്ന ബാക്കിയുള്ള എല്ലാ SSC എക്സാംസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര വലുതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ആക്ച്വലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ബേസിക്കലി SSC GD എന്ന് പറയുന്നത്. ഇനി ഈ SSC GD എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണോ, എങ്ങനെയാണ്? സോ ഇത്ര ഓർത്താൽ മതി. അതായത് ബേസിക്കലി ആർക്കൊക്കെ 10th ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും തന്നെ എഴുതാൻ പറ്റുന്ന ഒരു മേജർ എക്സാം ആണ് ഈ SSC GD എന്ന് പറഞ്ഞാൽ. ഇനി അതിനൊരു ഏജ് കാറ്റഗറി ഇവിടെ ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന റിക്വയർമെന്റ്സ് ഇത്രയാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു 10th ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. 18 to 23 ഇയേഴ്സ് ഓഫ് ഏജ് ലിമിറ്റ് ഉള്ള ആർക്കും ഈ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ 18 to 23 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്റെ ഏജ് ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അവിടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ടാവും. ഇപ്പോൾ OBC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇയേഴ്സിന്റെ റിലാക്സേഷൻ അവിടെ കിട്ടുന്നുണ്ടാവും. അതേപോലെ SC/ST സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൂടെ കിട്ടുന്നുണ്ടാവും. സോ ഇപ്പോൾ ഒരു SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 23 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റുമെന്നല്ലേ. പക്ഷേ നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 വർഷം കൂടെ, അതായത് 28 ഇയേഴ്സ് വരെ ഈ SSCയുടെ GD എക്സാംസ് എഴുതാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ OBC ആണെന്നുണ്ടെങ്കിൽ ഈ 23യുടെ കൂടെ ഒരു 3 ഇയേഴ്സ് കൂടെ, അതായത് 26 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ ആണോ? ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ സാലറി സ്കെയിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഫൈനൽ ഇയേഴ്സ് ഇപ്പോൾ പഠിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പ്രൈവറ്റ് ജോബിലാണ് നമ്മൾ കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ സാലറി സ്കെയിൽ എത്രയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 15 to 20 ഒക്കെ മാക്സിമം കിട്ടിയാലേ ആവുമായിരിക്കും. പക്ഷേ ഈ SSC GD ബേസിക്കലി ഒരു 10th ക്വാളിഫിക്കേഷൻ ജോബ് ആണെങ്കിൽ പോലും അതിൻ്റെ വരുന്ന പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50,000 ആയിരിക്കും പെർ മന്ത് നമ്മുടെ ഇൻഹാൻസ് സാലറി എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ഏറ്റവും ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സെക്ടർ എക്സാം തന്നെയാണ് ഈ ബേസിക്കലി SSC GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ? ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി SSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന SSC ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSCയുടെ സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് SSCനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ SSC എക്സാംസ് ആദ്യമായിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക, ssc.gov.in. അതിൽ കയറുക, 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സാമിന് കയറി ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഒരു 100 rupees മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഗേൾസിനും SC/ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ എക്സാം ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 1-ാം തീയതി ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഡിസംബർ 31. ഡിസംബർ 31-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ എല്ലാവരും 31 ആവാൻ കാത്തിരിക്കരുത്, മുന്നേ തന്നെ ജസ്റ്റ് അതിൻ്റെ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി ഈ ഡിസംബർ 31 മുന്നേ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്? ഏകദേശം ഇപ്പോൾ SSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ടു ഏപ്രിലിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഈ SSC GDയുടെ എക്സാം വരാൻ പോകുന്നത്. സോ ഏകദേശം നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇപ്പോൾ ഡിസംബർ സ്റ്റാർട്ടിംഗ് അല്ലേ. സോ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സോ ഏകദേശം ഒരു 4 മാസത്തിൻ്റെ അടുത്ത് നമുക്കിവിടെ ടൈം കിട്ടുന്നുണ്ടാവും. സോ ഈ 4 മാസം കൊണ്ട് ബേസിക്കലി നമുക്ക് ഈ പറഞ്ഞ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാംസ് നടക്കുന്നുണ്ടാവും. ഈ എക്സാംസ് എങ്ങനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ എക്സാംസിൻ്റെ ലെവൽസ് എന്തൊക്കെയായിരിക്കും? ബേസിക്കലി വരുന്നത് ഇത്രേ ഉള്ളൂ. ഒറ്റ ലെവൽ ഓഫ് എക്സാമേ ഉണ്ടാവത്തുള്ളൂ. അതായത് നമുക്ക് ഇനീഷ്യലി ഇതിൻ്റെ അകത്തൊരു Tier 1 എക്സാം ഉണ്ടാവും. ആ Tier 1 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആയിരിക്കും. സോ ഈ 2 ലെവൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ജോലിക്ക് കയറാൻ പറ്റുന്നുണ്ടാവും. സോ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇനീഷ്യലി നമുക്കൊരു എക്സാം ഉണ്ടാവും എന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഒരു Tier 1 എക്സാം ഉണ്ടാവും. ആ Tier 1 എക്സാം വരുമ്പോൾ മെയിൻലി 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടി വരിക. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷും, രണ്ടാമത്തെ റീസണിങ്, മൂന്നാമത്തെ ജനറൽ അവയർനെസ് ആൻഡ് നാലാമത് വരുന്നത് മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ക്വാണ്ട് എന്ന് പറയും. ഈ പറഞ്ഞ 4 സബ്ജക്ട്സ് മാത്രമായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. ഇതിൻ്റെ ഈ എക്സാം എന്ന് പറഞ്ഞാലും ബേസിക്കലി ഒരു 10th ലെവൽ തന്നെയായിരിക്കും അവർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ CGLൻ്റെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 1 hour ആയിരിക്കും അവിടെ ഡ്യൂറേഷൻ വരുന്നുണ്ടാവുക. പക്ഷേ 1 hourൽ നമുക്ക് എത്ര 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടി വരും അല്ലേ. പക്ഷേ ഈ SSC GDയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? ഇവിടെയും നമുക്ക് ബാക്കിയുള്ള SSC എക്സാംസ് പോലെ തന്നെ 1 hour കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ 1 hourൽ നമ്മൾ ആ കൂടെ 100 ക്വസ്റ്റ്യൻസ് വേണ്ട, ഒരു 80 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ടോട്ടലി 1 hourൽ ആകെ കൂടെ 80 ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്താൽ മതി. അതാണ് ബാക്കിയുള്ള എല്ലാ എക്സാംസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ സെഷൻസിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക.
സോ എല്ലാം കൂടെ 20 കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് 80 ക്വസ്റ്റ്യൻസ് ആയില്ലേ. സോ ആ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ 1 അവറിൽ സോൾവ് ചെയ്താൽ മതി. സോ ഈ എക്സാം എന്ന് പറഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ tier 1 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇനി അടുത്ത വരുന്നത് നമുക്കൊരു ഫിസിക്കൽ ആയിരിക്കും. ആ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഓട്ടോ, അതായത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഇതായിരിക്കും, സ്പ്രിന്റിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ജസ്റ്റ് ആ ഒരു റേസിലൂടെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലൂടെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് ആയിരിക്കും. അതുകൂടെ കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ജോലിക്ക് കയറാൻ പറ്റുന്നുണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ എക്സാംസ് കഴിഞ്ഞ് അടുത്തൊരു ജൂൺ ജൂലൈയിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റിംഗ് വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഏകദേശം ഒന്ന് ഓർത്ത് നോക്കിയേ, ഇനി ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോലിക്ക് കയറാം. അത് ഒരു ബേസിക് പേ 50,000 എബോ ആയിരിക്കും നിങ്ങളുടെ സാലറി സ്കെയിൽ വരുന്നത്. സോ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബേസിക്കലി നമ്മളിപ്പോൾ അതിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ 17-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയ ഓൺലൈൻ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സിന് വരുന്നത് വെറും 1499 റുപ്പീസ് മാത്രമായിരിക്കും. അതിൻ്റെ അകത്ത് SSC GDക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടുള്ളൊരു കേസ് ആയിരിക്കും ഈ എക്സാംസ് എന്ന് പറയുന്നുണ്ടല്ലോ, ബേസിക്കലി എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ വർഷം ഫെബ്രുവരിയിൽ SSC GDയുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ആ SSC GDക്ക് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 16 and 18? ബേസിക്കലി തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഇതിൻ്റെ അകത്ത് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ B² = AC എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിനെ നമ്മളൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെ കോമൺലി കിട്ടുന്ന ഒരു സംഭവം. ഇപ്പോൾ ഞാൻ പറയാം 2, 4, അതായത് ഈ 2 എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻറ്റു 2 ചെയ്താലല്ലേ നമുക്ക് 4 കിട്ടുക. ഈ 4നെ ഒരു ഇൻറ്റു 2 ചെയ്താലല്ലേ 8 കിട്ടുക. ഈ 8നെ ഒരു ഇൻറ്റു 2 ചെയ്താലല്ലേ 16 കിട്ടുക. ബേസിക്കലി ഇങ്ങനെയുള്ള വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് പറയാം, പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നത് എന്താ, ഒരു വാല്യൂ 16 ഉണ്ട്, അടുത്ത വാല്യൂ 48 ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത വാല്യൂ എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 16 ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 48 ആവുക. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ 48നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അടുത്ത വാല്യൂ വരിക. അതാണ് ബേസിക്കലി നമുക്ക് ഇവിടെ എത്ര കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 144. ബേസിക്കലി എന്ത് ചെയ്താൽ മതി, ഇവിടെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ 16 × 3 ആണ് 48, അടുത്ത എത്രയാണ് 48 × 3, അതാണ് നമുക്ക് എത്ര വരിക 144. ഇത്ര ഉള്ളായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാലോ. ഫൈൻഡ് ദ വാല്യൂ, അതായത് സിംപ്ലിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, ബോട്ട്മാസ് റൂൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യമേ ഒരു 48/8 എത്രയാണ് 6 വരുന്നത് അല്ലേ. ഇനി ഈ 7ഉം 49ഉം കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യാമല്ലോ. എത്ര വരിക 7 7s അല്ലേ വരിക. ഇനി ഇവിടെ 4 14 എത്ര ടൈംസ് വരിക 10 ടൈംസ് അല്ലേ വരിക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇനി ബ്രാക്കറ്റിനല്ലേ നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇവിടെ ഒരു 6 ഉണ്ട് ഇൻറ്റു 7 + 10 ഇൻറ്റു 7 - 3 എത്ര വരിക 4. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ 10 × 4 എത്രയാണ് 40, + 7 എത്രയാണ് 47 ഇൻറ്റു ഇവിടെ ഒരു 6 ഉണ്ട്. അതാണ് നമ്മുടെ എത്ര എന്ന് പറയുന്നത് 282 അല്ലേ. 6 7s 42, 24. ഇതായിരിക്കും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ബേസിക്കലി ഇവിടെ SSC GD എക്സാംസിന് വരുന്നുണ്ടാവുക. സോ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ കൊച്ചിൻ റേസ് അക്കാഡമിയുടെ എറണാകുളം ബ്രാഞ്ചിൽ ഡയറക്റ്റ്ലി വിളിച്ചാൽ മതി. നമ്മുടെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.